എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കോട്ട എന്നിങ്ങനെ വിവിധ കോട്ടകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെയായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ അഡ്മിഷൻ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേത് ഇന്ന് വൈകുന്നേരം 4 മണി വരെയായിരുന്നു അഡ്മിഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഇനി വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമോ? അതായത് എൻ്റെ റാങ്ക് ഇത്രയാണ്, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുക എന്നിങ്ങനെയുള്ള എല്ലാവിധ വിവരങ്ങളും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വീണ്ടും അപേക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വീണ്ടും അപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതായത് നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് +1ൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് വെച്ചുകൊണ്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള 3 അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഓപ്ഷൻസ് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്. അതുപോലെ ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ആ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് നിങ്ങൾ സ്പെഷ്യലായിട്ട് വീണ്ടും അപേക്ഷിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നിങ്ങൾ +1ൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങൾ എത്ര ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ ആ ഒരു കൊടുത്ത ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കിട്ടിയിട്ടുള്ള ഓപ്ഷനുകൾ ഒഴികെ ബാക്കി ഓപ്ഷനുകളൊക്കെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത എന്നാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് നോക്കിയ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളുടെ റാങ്ക് ഒരു 700 ഒക്കെ ആയിരിക്കും. എന്നാൽ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 200 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 500 റാങ്കിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, അവിടെ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. കാരണം ഈ ഒരു റാങ്ക് എന്ന് പറയുന്നത് ഒരു ജില്ലയിലെ, അതായത് ആ ഒരു ജില്ലയിൽ എത്ര വിദ്യാർത്ഥികൾ നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂളിലെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ ഒരു ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് നിങ്ങളുടെ ആ ഒരു റാങ്ക് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഒരു സ്കൂളിൽ തന്നെ അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് ചിലപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും അഡ്മിഷൻ കിട്ടുക. അതുകൊണ്ട് തന്നെ റാങ്കിൻ്റെ ഒരു വ്യത്യാസം കണ്ടു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം ഒരു ജില്ലയിലെ വിദ്യാർത്ഥികൾ നിങ്ങളിപ്പോൾ ഓരോ ഓപ്ഷനും വിവിധ റാങ്കുകളായിരിക്കും ലാസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്കായിട്ട് കാണുക. അപ്പോൾ ഓരോ സ്കൂളിലെയും ഓരോ ഓപ്ഷനിലേക്കും ആ ഒരു ജില്ലയിൽ നിന്നും അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ്, അത് മുഴുവൻ ആ ഒരു ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും റാങ്ക് ലിസ്റ്റിൽ നിന്നും ഉള്ള നിങ്ങളുടെ റാങ്ക് ആയിരിക്കും ആ ഒരു ചിലപ്പോൾ 700 എന്ന് പറയുന്നത്. എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു സ്കൂളിൽ തന്നെ അഡ്മിഷൻ നേടണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ഈ ഒരു ജൂൺ 9-ാം തീയതി തിങ്കളാഴ്ചയോടെയാണ്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് എങ്ങനെ പരിശോധിക്കാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ HSCAP വെബ്സൈറ്റ് വഴിയാണ് ഹയർ സെക്കൻഡറിയുടേത് പരിശോധിക്കേണ്ടത്. കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് മുഖേനയാണ് നിങ്ങൾ മെറിറ്റ് കോട്ടയുടേത് പരിശോധിക്കേണ്ടത്. കാൻഡിഡേറ്റ് ലോഗിൻ MRS മുഖേനയാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റേത് പരിശോധിക്കേണ്ടത്. കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് മുഖേനയാണ് സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത്. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേതാണെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ജില്ല എന്നിവ കൊടുക്കാനായിട്ട്. അത് കൃത്യമായിട്ട് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ചില വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങളൊന്നുകിൽ ടെമ്പററി എടുത്തു അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നോ ചേഞ്ച് എന്ന് കാണിക്കുന്നത്. അതുപോലെ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു ലോഗിൻ ചെയ്ത പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നീട് വരുന്ന പേജിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ
വ്യൂ യുവർ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ വ്യൂ യുവർ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ വ്യൂ യുവർ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിച്ച് നിങ്ങൾക്ക് ഇതുവരെ എവിടെയും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അതായത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടി, അതിൽ നിങ്ങൾ ഏതൊക്കെ ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അഡ്മിഷൻ നേടാത്ത വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൽ നിന്നും നിങ്ങളെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒഴിവാക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ SWS, അത് മെറിറ്റ് സീറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടി, സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഞാൻ മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ നേടിയതെന്ന് വിചാരിക്കുക, അതായത് ഇവിടെയാണ് ഞാൻ അഡ്മിഷൻ നേടിയത്. എന്നാൽ സ്പോർട്സ് കോട്ടയിൽ ഞാൻ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ഇനി അടുത്ത അലോട്ട്മെൻറ്റുകളിലൊന്നും ഇനി സ്പോർട്സ് കോട്ടയിൽ എന്നെ പരിഗണിക്കില്ല. ഇനി അടുത്തതിൽ പരിഗണിക്കുക ഈ ഒരു മെറിറ്റ് കോട്ടയിൽ മാത്രമാണ് എന്നെ പരിഗണിക്കുക. അതേസമയം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് ഈ ഒരു മെറിറ്റ് കോട്ടയിൽ മാത്രമാണ്. ഞാൻ സ്പോർട്സ് കോട്ടയിൽ കൂടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ സ്പോർട്സ് കോട്ടയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഈ ഒരു മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് തന്നെ സ്പോർട്സ് കോട്ടയിലും പരിഗണിക്കും, അതുപോലെ തന്നെ ഈ ഒരു മെറിറ്റ് കോട്ടയിലും എന്നെ പരിഗണിക്കും. അപ്പോൾ ഈ രീതിയിലാണ് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു കാര്യം, അതായത് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വരുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ വേറെ ഓപ്ഷൻ അല്ലെങ്കിൽ പുതുതായിട്ട് അപേക്ഷ ഒന്നും കൊടുക്കേണ്ടതില്ല, ആദ്യം കൊടുത്ത അപേക്ഷ തന്നെ മതി. കാരണം ആദ്യം കൊടുത്ത അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ആദ്യത്തെ 1, 2, 3 അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത്. ഒരിക്കലും കിട്ടത്തില്ല, കാരണം ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ്റെ മുകളിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിലവിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നത് ആയിരിക്കില്ല. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു 10 ഓപ്ഷൻസ് ആയിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത്, അതായത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചത് ഒരു 8ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ 9ാമത്തെയും അതുപോലെ തന്നെ 10ാമത്തെയും ഓപ്ഷൻ റിമൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള ഓപ്ഷനുകൾ, അതായത് 1 മുതൽ ഈ ഒരു A വരെയുള്ള ബാക്കിയുള്ള ഓപ്ഷനുകളാണ് പരിഗണിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിഗണിച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും പുതുതായിട്ട് കിട്ടിയിട്ടില്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള സെയിം സ്കൂൾ തന്നെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക, അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചേഞ്ച് ആയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ടെമ്പററി അഡ്മിഷനാണ് നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുള്ളതെങ്കിൽ ആ ഒരു സീറ്റ് അവിടെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനായിട്ട് തന്നെ അവിടെ തുടരാവുന്നതാണ്. നിലവിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ആണ് എടുത്തതെങ്കിൽ അവിടെ നിലവിൽ ടെമ്പററി അഡ്മിഷനായിട്ട് തന്നെ തുടരാം, പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാവുന്നതും ആണ്. ആവശ്യമുള്ളവർ മാത്രം പെർമനൻറ്റ് അഡ്മിഷൻ വേണമെങ്കിൽ ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാവുന്നതും ആണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 8ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ 8ാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 8ാമത്തെ ഓപ്ഷൻ, അതായത് 5ാമത്തെ ഓപ്ഷന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷനും റിമൂവ് ആവും. അപ്പോൾ ആ ഒരു കിട്ടിയിട്ടുള്ള 8ാമത്തെ ഓപ്ഷനും ഡിലീറ്റ് ആവും. പിന്നീട് നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ ഏതാണോ ആ ഒരു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അതുപോലെ ആ ഒരു സമയത്ത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതായിരിക്കും, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്ത അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത സീറ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ, ഇപ്പോഴത്തെ വേണ്ട, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു സ്കൂളിലേക്ക് പോവേണ്ടതായിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്ത സംശയം ഉണ്ടാകും, നിങ്ങൾ 8ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക, അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നിങ്ങൾ നേടിയിട്ടുള്ളത്. എന്നാൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടും നിങ്ങൾ ഹയർ ഓപ്ഷൻസ് അതേപോലെ തന്നെ നിലനിർത്തി, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് മാത്രം റിമൂവ് ചെയ്ത് കുറച്ച് ഓപ്ഷനുകളെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ്, ഫീസ് കൊടുത്ത് നിങ്ങൾ പെർമനൻറ്റ്
അഡ്മിഷനാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾ നിലവിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുത്തത്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ്റെ താഴെയുള്ള 4, 5, 6, 7, 8 അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ ഉൾപ്പെടെ ഡിലീറ്റ് ആവുന്നതും നിങ്ങളുടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നുള്ള ആ ഒരു അഡ്മിഷൻ മൂന്നാമത്തെ ഓപ്ഷൻ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണോ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ 8ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടി പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻസും അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിവ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതും അതുപോലെ അഡ്മിഷൻ ഫീസ് തിരിച്ചു തരില്ല. അതിനു പകരം അഡ്മിഷൻ്റെ സ്ലിപ്പ് പുതുതായിട്ട് നിങ്ങൾ അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ കിട്ടിയത് ഏത് സ്കൂളിലാണോ അവിടെ പോയിട്ട് ഈ ഒരു അഡ്മിഷൻ്റെ എടുക്കുന്ന സമയത്ത് അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ ആ ഒരു റെസിപ്റ്റും PTA ഫണ്ടും PTA ഡൊണേഷനും അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കൊടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തതുകൊണ്ട് എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ വേണ്ട, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സീറ്റ് തന്നെ എനിക്ക് പെർമനൻ്റ് ആയിട്ട് തുടരാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും പറ്റുന്നതല്ല. കാരണം നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയത് കാരണം തന്നെ വിദ്യാർത്ഥികൾക്ക് ആദ്യം സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയും നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയും ചെയ്തത് കാരണം നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുന്നതും പിന്നീട് അതിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ പുതിയ സ്കൂളിലേക്ക് മാറേണ്ടത് നിർബന്ധമാണ്. അല്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നത് ആയിരിക്കുമെന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഇഷ്ടമുള്ള കോഴ്സ് അതുപോലെ തന്നെ സ്കൂളുകൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.